നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു ഡിഷാണ് സിനമൺ റോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിനമൺ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഞാൻ ഇന്ന് സിനമൺ റോൾ മാത്രമല്ല കാണിക്കുന്നത്, സിനമൺ റോളിന് പറ്റിയൊരു ഫ്രോസ്റ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സിനമൺ റോൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വലിയൊരു ബോൾ എടുക്കുകയാണ്. ഇതിലേക്ക് 2.5 കപ്പ് മൈദ, കുറച്ചുകൂടെ എക്സ്ട്രാ വേണ്ട വരും, അത് പിന്നീട് ആഡ് ചെയ്യാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് മാവിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഒരു മുട്ട ഈ ബോളിലേക്ക് ഒഴിക്കാം. ചെറിയ ചൂടുപാല്, 1/4 കപ്പ് ഇപ്പോൾ ഒഴിച്ചേക്കും, കുറച്ചുകൂടെ വേണം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറോടെ ചേർക്കാം. അര ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നടുക്കൊരു ഡിപ്പ് ഉണ്ടാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഇതേപോലെ ഡിപ്പ് ഉണ്ടാക്കിയ ശേഷം നടുക്കോട്ട് കഴിക്കുക. അങ്ങനെ എക്സ്ട്രാ പാലും വെള്ളവും കൂടെ, പാല് വരെ നിങ്ങൾക്ക് മുഴുവൻ വെള്ളം ഉപയോഗിക്കാം, അല്ല മുഴുവൻ പാൽ ഉപയോഗിക്കാം. ഇതൊക്കെ മിക്സ് ചെയ്യാം. അപ്പം എപ്പോഴും മാവ് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിക്കുക. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ ആവശ്യം ചിലപ്പോൾ കൂടുതലോ കുറവോ ഒക്കെ വേണ്ടി വരാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു. ഏകദേശം ഒരു 5 മിനിറ്റ് നീഡ് ചെയ്യുക. അപ്പോൾ ഒത്തിരി സ്റ്റിക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും ഇച്ചിരി പൊടിയിട്ട് കൊടുക്കുക. ഇത് 1.5 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം. ഒരു സോഫ്റ്റ് ഡോ ആക്കിയ ശേഷം ഇതൊരു നന്ന തുണി വെച്ച് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് 1.5 മണിക്കൂർ. 1.5 എന്നുള്ള സമയം എപ്പോഴും വ്യത്യാസം വരും. ഡബിൾ ആണെന്ന് നോക്കുക, ഇതിൻ്റെ സൈസ് നന്നായിട്ട് ഡബിൾ ആണെന്ന് നോക്കുക. ഓരോ വെതർ അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഡബിൾ സൈസ് ആകുന്ന വരെ പൊങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് മാവ് പൊങ്ങും. അതിനുശേഷം നന്നായിട്ട് പഞ്ച് ചെയ്ത് അതിൻ്റെ എയർ കളയുക. നല്ല ചൂടുള്ള സമയത്തൊക്കെയാണ് 1 മണിക്കൂറിൽ ഇത് പൊങ്ങും. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യാം. നമ്മൾ 1 hour റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നു. ഒരേ തിക്നെസ്സിൽ വരുത്തുക. ഇതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്യണം. ഒരു സൈഡ് മൊത്തം നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂണോ റൂം ടെമ്പറേച്ചർ ബട്ടർ, സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ മൊത്തത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം.
ഞാൻ 4 അരികും വിട്ടിട്ടുണ്ട്. 4 കോർണേഴ്സും ലീവ് ചെയ്യുക. കോർണേഴ്സ് അല്ല, 4 സൈഡ്സും ലീവ് ചെയ്യുക. അല്ല, നമ്മൾ റോൾ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ. സിനമൺ റോൾ ആണല്ലോ, അപ്പോൾ സിനമണിൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 2 ടീസ്പൂൺ സിനമൺ പൗഡർ. സിനമൺ പൗഡർ ഇടുമ്പോൾ എപ്പോഴും അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടാം. ഒത്തിരി സിനമൺ ഫ്ലേവർ വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഇടാം, 2 ടീസ്പൂൺ 2.5 ഇടാം. കുറവ് മതി അതിനനുസരിച്ച് കുറയ്ക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്കിത് റോൾ ചെയ്യാം. ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് 10 ഇഞ്ചിൻ്റെ പാനാണ്. ബേക്കിംഗ് ഡിഷ് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് സ്ക്വയറാണ് യൂസ് ചെയ്തത്. ഒരു 12 പീസായിട്ട് കട്ട് ചെയ്യുക. ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം. ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട്, ഇത് പൊങ്ങാനായിട്ടുള്ളൊരു ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. ഞാൻ 4 എണ്ണം വീതമാണ് അറേഞ്ച് ചെയ്തേക്കുന്ന ട്രെയിൽ. ഇതൊരു വെറ്റ് ക്ലോത്ത് വെച്ച് വീണ്ടും കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കവർ ചെയ്ത് വീണ്ടും പൊങ്ങാനായിട്ട് വെക്കുക. ഏകദേശം ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ സമയം എടുക്കും ഇത് പൊങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്പേസ് ഇട്ടാണല്ലോ വെച്ചേക്കുന്നത്. ആ സ്പേസ് എല്ലാം ഫുള്ളായിട്ട് പോകും, മൊത്തത്തിൽ പൊങ്ങും മാവ്. അതിനുശേഷം നമ്മൾ അവനിൽ വെച്ചിട്ട്, പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ബ്രൗൺ ആകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. സിനമൺ റോൾ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ചെറിയൊരു പുളിയും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. 50 ഗ്രാം ക്രീം ചീസ്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് കണ്ടോ, അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഈ ഒരു പരുവം വേണം. ഈ ക്രീം ചീസിലേക്ക് തന്നെ ഒരു 20 ഗ്രാം ക്രീം ചീസിൻ്റെ പകുതി ബട്ടർ, 25 ഗ്രാംസ് ഒക്കെ ബട്ടർ ചേർക്കാം. വേണമെങ്കിൽ എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം വെറുതെ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ, സ്പാറ്റില വെച്ചിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ഉപയോഗിക്കാം. ഐസിങ് ഷുഗർ അല്ല എങ്കിൽ സാധാരണ പൊടിച്ച പഞ്ചസാര, ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. നല്ല സ്മൂത്ത് ആക്കുക, ഒട്ടും ലംസ് ഇല്ലാണ്ട് സ്മൂത്ത് ആക്കുക. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫ്രോസ്റ്റിംഗ്. ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നോക്കിയാൽ ഇതെല്ലാം ഡബിൾ സൈസായി, ഒട്ടും സ്പേസ് ഇല്ലാണ്ട് ഫുൾ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് എഗ് വാഷ് കൊടുക്കാം. ഒരു ഗ്ലോസിനെസ് കിട്ടാനായിട്ടാണ് നമ്മൾ എഗ് വാഷ് കൊടുക്കുന്നത്.
ഞാൻ ഇവിടെ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട് ടിന്ന്. അതേപോലെ ചെയ്യുന്ന എപ്പോഴും നല്ലത്. പാർച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ കൊടുക്കുക. കാരണം ഷുഗർ ഉള്ളത് കൊണ്ട് ഷുഗർ താഴേക്ക് ഊസ് ഔട്ട് ചെയ്യും, എന്നിട്ട് അത് കാരമലൈസ്ഡ് ആവും. അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പ്രയാസമാവും ഒന്നും വെച്ചില്ലെങ്കിൽ. ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ അവനിൽ നിന്ന് എടുത്ത ശേഷം ഒരു ചൂട് മാനേജബിൾ ചൂടേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുക്കാം. നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ടുണ്ട്. അടുത്തായിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പം അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഐസിങ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇടാം. ഇത് പൈപ്പിംഗ് ബാഗിൽ ഇടണം നിർബന്ധമില്ല, ചുമ്മാ സ്പ്രെഡ് ചെയ്താലും മതി, അല്ല ചുമ്മാ ഇതേപോലെ ഒന്ന് ഡ്രസ് ചെയ്താലും മതി. ഒന്നുകൂടെ നീറ്റായിട്ടിരിക്കാനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിക്കുക. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി പാലൊഴിച്ച് ഒന്ന് അതിനെ അയച്ചെടുക്കാം. ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ ഇച്ചിരി പാൽ വല്ല ഒഴിച്ച് അയച്ചെടുക്കാം. സിനമൺ റോൾ വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ഈ റെസിപ്പി ശരിക്കും ക്രീം ചീസ് ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പം ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ക്രീം ചീസ് കൊടുത്താൽ മതി. അത് ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസിലായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.